പവിത്രത്തിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ കമലമ്മ പറഞ്ഞത് കേട്ട് മറ്റ് നിവൃത്തിയൊന്നും ഇല്ലാതെയായിരിക്കും നന്ദിനി വേദയോട് സോറി പറയുന്നത്. ഇത് കേട്ട് കമലമ്മ പറയുന്നുണ്ട്, ഇങ്ങനെയല്ല നന്ദിനി സോറി പറയേണ്ടത്. ഇനി മുതൽ ഞാൻ വേദയെ അനാവശ്യമായിട്ട് കുറ്റം പറയില്ല, കുറ്റം പറഞ്ഞതിന് മാപ്പ് എന്ന് പറയുന്നത് നന്ദിനി എന്ന് പറഞ്ഞു കൊടുക്കും കമലമ്മ. എന്നാൽ ഇത് കേട്ട് നന്ദിനി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തോടു കൂടിയായിരിക്കും വേദയെ നോക്കുന്നത്. എന്നിട്ട് നന്ദിനിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട്. കമലമ്മയുടെ നിർബന്ധപ്രകാരം മാത്രമായിരിക്കും നന്ദിനി വേദയോട് സംസാരിക്കുന്നത്. നന്ദിനി പറയുന്നുണ്ട്, ഇനി മുതൽ ഞാൻ വേദയെ ഒന്നും തന്നെ പറയില്ല, ചെയ്തതിനെല്ലാം മാപ്പ്, പറഞ്ഞതിനെല്ലാം മാപ്പ് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നന്ദിനി അവിടെ നിന്നും പോകുന്നുണ്ട്. സങ്കടപ്പെട്ട് മുറിയിൽ പോയിട്ട് നന്ദിനി ഇങ്ങനെ പൊട്ടിക്കരയുന്നതും കണ്ടുകൊണ്ടായിരിക്കും വിനായകൻ അങ്ങോട്ടേക്ക് വരുന്നത്. വിനായകൻ വന്നിട്ട് നന്ദിനി ഇങ്ങനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നന്ദിനിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരികയാണ്. എന്നാൽ അവരവിടെ നിന്നങ്ങ് പോയതിനു ശേഷം വേദ കമലമ്മയോട് പറയുന്നുണ്ട്, അമ്മേ, നന്ദിനിയടുത്തേക്ക് ഒരുപാടധികം വിഷമമായിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്നോട് സോറി പറയേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ഇത് കേട്ട് കമലമ്മ പറയുന്നുണ്ട്, മോൾക്കറിയാലോ അവളിവിടെ ചേർന്നിട്ട് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും എല്ലാതും ഞാൻ കേട്ടിട്ട് കണ്ണടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം അങ്ങനെയാണോ? ഇന്നത്തെ ദിവസം എല്ലാവരും കൂടെ സന്തോഷത്തോടെ കഴിയേണ്ട ഒരു ദിവസമായിരുന്നു ഇന്ന്. അതിനെല്ലാത്തിനും കാരണക്കാരി മോളായിരുന്നു. എന്നിട്ട് അങ്ങനെയുള്ള മോളുടെ കണ്ണ് നിറയിച്ചത് ആ നന്ദിനിയല്ലേ? അപ്പോൾ അങ്ങനെയുള്ള അവളെ കൊണ്ട് ഞാൻ ഇതെങ്കിലും പറയിപ്പിക്കണ്ടേ? എൻ്റെ മോള് വിഷമിക്കുന്നതാ എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്നൊക്കെ പറയും കമലം. ഇന്ന് ഈ വീട്ടിൽ എല്ലാവരും എത്രമാത്രം സന്തോഷത്തിലായിരുന്നു. എന്നിട്ട് എല്ലാം കൂടെ ഒറ്റ നിമിഷം കൊണ്ടല്ലേ നന്ദിനി അങ്ങ് നശിപ്പിച്ച് കളഞ്ഞത്. എന്നാൽ കമലമ്മയുടെ വാക്ക് കേട്ടുകൊണ്ടതിന് വേദ പറഞ്ഞിട്ട്, നന്ദിനിയെടുത്ത് പറഞ്ഞതല്ല എന്നെ വിഷമിപ്പിച്ചത്. വിക്രം എന്നെ മനസ്സിലാക്കാതെ എന്നോട് പെരുമാറുന്നത് കാണുന്ന സമയത്തിന് എനിക്ക് ഒരുപാടധികം സങ്കടം തോന്നുന്നുണ്ട് അമ്മേ. അപ്പോഴെന്നെ കമലമ്മ അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്, മോള് വിഷമിക്കൊന്നും വേണ്ട, അവൻ്റെ സ്വഭാവം മോൾക്കും അറിയാവുന്നതല്ലേ. അവൻ്റെ സ്വഭാവത്തിലും ഒരു മാറ്റം വരും. ആദ്യമായിട്ടൊന്നുമല്ലല്ലോ വിക്രം ഇങ്ങനെ കാണിക്കുന്നത്. അതുകൊണ്ട് മോള് സമാധാനമായിരിക്ക്. മോൾ ഏതായാലും ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങുക എന്നിങ്ങനെ കമലമ്മ പറയുന്ന സമയത്തിന് ശ്രീജ പറയുന്നുണ്ട്, എന്താ മോളെ ഇത്? മോള് വിഷമിക്കുന്നത് ഈ ശ്രീജയടുത്തേക്ക് വിഷമാണ്. മോള് വിഷമിക്കുന്നത് കാണാനാണ് നന്ദിനി ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് ശ്രീജ അവിടെ നിന്നും പോവും. വേദ ഏതായാലും പ്രാർത്ഥിച്ചുകൊണ്ടതിനെ കിടക്കാൻ വേണ്ടി പോകുന്ന സമയത്തിന് നന്ദിനി ഇങ്ങനെ വിനായകനോട് പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാമോ, ഇന്ന് എന്നെ ഇത്രമാത്രം കരയിപ്പിച്ചത് അവളാണ്, ആ വേദ. അതുകൊണ്ട് എന്തായാലും ഞാൻ അവളെ ഇവിടെ നിന്നും ഓടിച്ചിരിക്കും. അവൾ എന്നോട് ചെയ്തത് ഒരിക്കലും ഞാൻ മറക്കില്ല എന്നിങ്ങനെ നന്ദിനി ദേഷ്യത്തോടു കൂടെ പറയുന്ന സമയത്തിന് വിനായകൻ പറയുന്നുണ്ട്, അല്ലെങ്കിലും നീ പറഞ്ഞത് കുറച്ച് ഓവറാണ് നന്ദിനി, ഇത്രയൊന്നും അവളോട് പറയേണ്ടായിരുന്നു. അത്രമാത്രം നീ അവളോട് പറഞ്ഞത് കൊണ്ടല്ലേ അമ്മ നിന്നോട് അവളോട് മാപ്പ് പറയാൻ പറഞ്ഞത്. ഇത്രമാത്രം നീ അവളോട് പറയാൻ വേണ്ടി വേദ എന്തു തെറ്റാ നിന്നോട് ചെയ്തത് എന്നൊക്കെ ചോദിക്കാട്ടോ വിനായകൻ. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് നന്ദിനിക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ടതിനെ പറഞ്ഞിട്ട്, ഓ, അപ്പോൾ നിങ്ങൾക്ക് എന്നോട് മാപ്പ് പറയിപ്പിച്ചതിലല്ലേ വിഷമം? ഞാൻ പറഞ്ഞതാണല്ലേ ഓവറായത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടതിന് നന്ദിനി ദേഷ്യപ്പെട്ട് അപ്പുറത്തേക്ക് അങ്ങ് തിരിഞ്ഞു കിടക്കും. വേദ ഏതായാലും കിടക്കാൻ നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ വേദയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. നോക്കുമ്പോൾ വിക്രമിൻ്റെ മെസ്സേജ് ആയിരിക്കും. അത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്തിന് വിക്രം ഇങ്ങനെ തോക്കും പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരിക്കും. പുറകെ തന്നെ ഒത്തിരിയധികം ഗുണ്ടകളും ഉണ്ടായിരിക്കും. ഇത് കാണുന്ന സമയത്തിന് വേദ ആകങ്ങ് ഷോക്കായി നിൽക്കുന്നുണ്ട്. ഇതേ സമയത്തിന് ശ്രീനിവാസൻ സാറ് വിക്രത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ സാറേ ഈ രാത്രിയിൽ വിളിക്കുന്നത്? അപ്പോൾ ശ്രീനിവാസൻ സാറ് ചോദിക്കുന്നുണ്ട്, ഈ സമയത്തൊരു പണി ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ തനിക്ക് എന്ന് ചോദിക്കും. അപ്പോൾ സാറ് പറയണം എന്താ കാര്യമെന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട്, എൻ്റെ കോളനിയിൽ പുതിയൊരു പ്രശ്നം ആരൊക്കെയോ ചേർന്നിട്ട് അവിടെ പുതിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് താൻ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്കൊന്ന് പോകണം. അതൊക്കെ വേണ്ട രീതിയിൽ തന്നെ നീ കൈകാര്യം ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കും. അപ്പോഴേക്കും ശരി സർ, ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാം എന്ന് പറയുന്ന സമയത്തിന് ശരി, താൻ അങ്ങോട്ടേക്ക് പോയി എന്നെ വിളിക്കുമെന്ന് പറയട്ടോ ശ്രീനിവാസൻ സാറ്. വിക്രം ഏതായാലും ആ ഒരു പണി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറിക്കൊണ്ട് വണ്ടിയുടെ താക്കോലും എടുത്തുകൊണ്ട് തന്നെ ആ ഒരു രാത്രി പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് വാതിൽ തുറന്നു നോക്കുന്ന സമയത്തായിരിക്കട്ടെ തൊട്ട് മുൻപിലായിട്ട് വേദ ഇങ്ങനെ വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നത്. പെട്ടെന്ന് വേദയെ അവിടെ കാണുന്ന സമയത്തിൻ്റെ വിക്രം ഒന്ന് ഷോക്കാവുന്നുണ്ട്. വേദ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ രാത്രിയിൽ എവിടെ പോകുന്നതാ? ആരെ കൊന്നു കൊല വിളിക്കാൻ പോകുന്നതാന്ന് ചോദിക്കും. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന കാര്യമൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല, മുന്നിൽ നിന്ന് മാറടി എന്നൊക്കെ പറഞ്ഞ് വേദ അങ്ങ് മാറ്റി നിർത്തും. അങ്ങനെ വേദയെ ഉന്തി തള്ളിക്കൊണ്ടതിന് വിക്രം അവിടെ നിന്നങ്ങ് പോയിട്ട് ബൈക്കിൽ കയറുന്ന സമയത്തിന് വേദക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ടെന്ന് മാത്രമല്ല വേദ ഓടിപ്പോയിട്ട് ആ ഒരു ബൈക്കിൻ്റെ കീ അങ്ങ് തട്ടിപ്പറിച്ച് വാങ്ങിക്കും. അപ്പോഴേക്കും വിക്രം ദേഷ്യം വന്നിട്ട് വേദയുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ടതിന് ചോദിക്കുന്നത്, നീ എന്താടി ചെയ്യുന്നത്? ഞാൻ പോകുന്നത് തടയാൻ മാത്രം നീ ആരാടി? നീ ചുമ്മാ എന്നെ കൂടുതൽ ഭരിക്കാനൊന്നും വരണ്ട, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. എന്താടി നിനക്ക് ഇന്ന് നന്ദിനിയേട്ടത്തിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയതൊന്നും പോരെന്നിങ്ങനെ വിക്രം ചോദിക്കുന്ന സമയത്തിന് വേദക്ക് അങ്ങ് ദേഷ്യം വരാട്ടോ. വേദ പറഞ്ഞിട്ട്, എന്തൊക്കെ സംഭവിച്ചാലും ശരി നിങ്ങളിപ്പോൾ ഇവിടെ നിന്നും എങ്ങോട്ടേക്കും പോകുന്നില്ല. അപ്പോൾ വിക്രം ചോദിക്കുന്നത്, അതൊക്കെ എന്നോട് പറയാൻ മാത്രം നീ ആരാടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ വേദയുടെ കൈ അങ്ങ് തട്ടി മാറ്റിയിട്ട് ആ ഒരു കീ അങ്ങ് വാങ്ങിക്കും. എന്നിട്ട് വിക്രം ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്നങ്ങ് പോവാൻ നോക്കുമായിരിക്കട്ടോ. ആ സമയത്തിന് വേദ പറയുന്നുണ്ട്, അതെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണം. അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോവും. അതെ, പറയാനുള്ളതാ, അത് കാണിച്ചു തരാനുള്ളതാ.
വേദ ഏതായാലും തൻ്റെ ഫോൺ എടുത്തിട്ട് ആ ഒരു ഫോട്ടോ അങ്ങ് കാണിച്ചു കൊടുക്കാട്ടോ. വിക്രം ഇങ്ങനെ തോക്കുമായി ചൂണ്ടി നിൽക്കുന്ന ആ ഒരു ഫോട്ടോ ആയിരിക്കും വിക്രത്തിന് കാണിച്ചു കൊടുക്കുന്നത്. എന്നാൽ വേദയുടെ ഫോണിൽ ആ ഒരു ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സമയത്തിന് വിക്രം പോലും ആകെ അങ്ങ് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് വേദ ചോദിക്കുന്നുണ്ട്, നാട് റോട്ടിൽ വെച്ച് പോലും മനുഷ്യന്മാരെ ചുട്ടുകൊല്ലാൻ നിൽക്കുന്ന വെറും ഒരു ക്രിമിനലാണ് സ്വന്തം മോൻ എന്ന കാര്യം നിങ്ങളെ അമ്മയെ ഞാൻ അറിയിക്കട്ടെ എന്ന് ചോദിക്കും. എന്നാൽ വേദയുടെ ചോദ്യം കേട്ടുകൊണ്ട് തന്നെ വിക്രം ഒന്നും പറയാൻ കഴിയാതെ വേദയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് വിക്രം ചോദിക്കുന്നത്, അല്ല ഈ ഫോട്ടോ നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാന്ന് ചോദിക്കട്ടോ. അപ്പോൾ വേദ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട്, അതെ ഈ ഫോട്ടോ വെച്ചിട്ട് നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനൊന്നും നോക്കണ്ട, ഞാൻ ഏതായാലും നിനക്കിട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് വേദ പറയുന്നത്, അതെ നിങ്ങൾ എന്നോട് ദേഷ്യം കാണിക്കാനൊന്നും നിൽക്കണ്ട, നിങ്ങൾ ചെയ്ത പ്രവൃത്തികൾ മാത്രമേ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. നിങ്ങൾ ഇനി ഒരിക്കലും നന്നാവില്ല എന്ന കാര്യം നിങ്ങൾ അങ്ങ് തീരുമാനിച്ചുവല്ലേ. ഇപ്പം തൽക്കാലം നിങ്ങൾ ഇവിടെ നിന്നും എങ്ങോട്ടേക്ക് പോകാൻ നോക്കുന്നില്ല, മര്യാദക്ക് അകത്തേക്ക് കയറി പോകാൻ നോക്ക്, അല്ലെങ്കിൽ ഇപ്പം തന്നെ നിങ്ങളെ അമ്മയെ വിളിച്ചുണർത്തിയിട്ട് ഞാൻ ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കുമെന്നൊക്കെ പറയട്ടെ വേദ. എന്താ നിങ്ങളിങ്ങനെ മിഴിച്ചു നോക്കി നിൽക്കുന്നത്, അത് ഞാൻ ചെയ്യണോ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ ആലോചിക്കുക എന്നിങ്ങനെ പറയുന്ന സമയത്തിൻ്റെ ആകെ സഹിക്കിട്ടിട്ട് വിക്രം ദേഷ്യത്തിൽ വേദയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നാൽ വേദയുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിക്കൊണ്ട് തന്നെ വിക്രത്തിന് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. പയ്യെ ബൈക്കിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് വേദ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കി. അതിനുശേഷം നേരെ ബെഡ്റൂമിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കാട്ടോ വിക്രം. വേദയും ആകെ വിഷമത്തിൽ അവിടെ വന്നിങ്ങനെ ഇരിക്കും. വിക്രം മുറിയിലേക്ക് ചെന്നതിന് ശേഷം ശ്രീനിവാസൻ സാറെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞിട്ട്, സാർ ഒരു പ്രശ്നമുണ്ട്, എനിക്കിപ്പോൾ ഏതായാലും അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല, അമ്മയൊന്നും ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ രാത്രിയിൽ എനിക്ക് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരാനൊന്നും പറ്റില്ല സാർ, അതുകൊണ്ട് സാർ എന്നോട് ക്ഷമിക്കണമെന്നിങ്ങനെ വിക്രം പറയുന്ന സമയത്തിന് ശ്രീനിവാസൻ സാറിന് ഭയങ്കര അങ്ങ് ദേഷ്യം വരികയാണ്. ശ്രീനിവാസൻ സാർ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യുന്നതോടുകൂടി തന്നെ വിക്രത്തിനും ആകെ വിഷമമായിട്ട് കട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമായിരിക്കും. ഈ സമയത്ത് വളരെയധികം വിഷമത്തോടു കൂടിയാണെങ്കിലും വേദ വിക്രത്തിൻ്റെ ഫോട്ടോ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മറിച്ച് നോക്കുമായിരിക്കും. എന്നാൽ ജനലിൽ കൂടി ഈ ഒരു കാഴ്ചയെല്ലാം തന്നെ വിക്രം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. വേദയുടെ വിഷമമെല്ലാം കാണുന്ന സമയത്തിന് വിക്രത്തിനും അതുപോലെ ഇങ്ങനെ മനസ്സ് വേദനിക്കും. തനിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് വേദ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും തനിക്കൊരു ആപത്തും വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ അച്ഛനെയും അമ്മയും വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വേദ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന കാര്യമെല്ലാം തന്നെ വിക്രം മനസ്സിലാക്കിയെടുക്കും. വേദയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തിന് വിക്രത്തിൻ്റെ മനസ്സിൽ വേദയോട് ഒരുപാടധികം സ്നേഹം തോന്നുന്നുണ്ടെങ്കിലും വേദയുടെ വിഷമമെല്ലാം കാണുന്ന സമയത്തിന് വിക്രത്തിനും അത് വല്ലാത്ത വിഷമമായിരിക്കും. വേദ തന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വളരെയധികം സ്നേഹത്തോടു കൂടെ വേദ ഇങ്ങനെ നോക്കി നിൽക്കാട്ടോ വിക്രം. അങ്ങനെ കുറേ നേരം കാവലിരുന്നതിന് ശേഷം വിക്രം ഉറങ്ങിയൊന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമായിരിക്കട്ടെ വേദ കിടന്നുറങ്ങുന്നത്. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വിക്രം എഴുന്നേൽക്കുന്നതിന് മുൻപേ ആയിട്ട് വേദ വിക്രത്തിനുള്ള ചായ കൊണ്ടുവന്ന് കൊടുക്കും. വിക്രം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടെ ചായയുമായിട്ട് വേദ റൂമിലേക്ക് വരുന്നത്. എന്നിട്ട് വിക്രത്തിൻ്റെ ഫോൺ എടുത്തിട്ട് ഇന്നലെ രാത്രി ആരാണ് വിക്രത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചത് എന്ന് നോക്കുന്ന സമയത്തിന് ശ്രീനിവാസൻ സാർ ആയിരിക്കും വിളിച്ചത് എന്ന് മനസ്സിലാക്കും. എന്നാൽ ഇന്നലെ രാത്രി പോലും വിക്രം ഗുണ്ടാ പണിക്കാണല്ലോ പോവാൻ നിന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വേദക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വന്നിട്ട് വിക്രത്തിനെ എങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചു കൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.